അവൾ കാപ്പി ഇടുവാണ് ശ്യാമളമ്മയ്ക്ക്, കടുങ്കാപ്പി. ആ അത് കറി. അങ്ങോട്ട് വരാം. നമുക്ക് വേണ്ട. ഇപ്പൊ വരണേ. ടാറ്റാ. അടിക്കട്ടെ. ഇത്രയായി സമയം 9 അല്ല 8 മണി കഴിഞ്ഞു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരെണ്ണം കൂടെ പോയി കോഴി. ഇവിടെ എപ്പോഴും കയറി വന്നുകൊണ്ടിരുന്നൊരു കോഴിക്കുഞ്ഞ്, അത് ചത്ത് കിടക്കുന്നു. അന്നേരം നോക്കിയപ്പോഴാണ് വേറൊരുത്തം തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ അവനെ പിടിച്ചപ്പോൾ തന്നെ അവൻ്റെ മുഖത്ത് ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഈ കറുത്തൊരു സംഭവം വരും, ഒരു പൊറ്റം പോലൊരു സാധനം. അത് 2-3 എണ്ണത്തിന് അങ്ങനെ വന്നിട്ട് ഞാൻ പറിച്ച് കളഞ്ഞിട്ട് അത് രക്ഷപ്പെട്ടായിരുന്നു. ചിലതൊക്കെ രക്ഷപ്പെടും, ചിലതിനായിട്ടൊക്കെ പണി കിട്ടും. അത് നമ്മൾ ആ തുടക്കത്തിലെ കണ്ടെങ്കിലേ രക്ഷയുള്ളൂ. നൂതത്തിലോ എന്തുവാ എന്നതാ അയ്യോ, ഫോണില്ലാതെ പോയാൽ ജയ അവിടുന്ന് ആ കാല് പറ്റി വേറൊരു കാല് കിട്ടുമെന്ന് കടയിലെങ്ങാനും. പക്ഷെ ഇത് ഇത്രയും നിന്റെ കാല് മാറ്റിയിട്ടെ. അടിയിലൊന്നും ഇല്ലെന്ന് വിചാരിക്കും ആൾക്കാർ. അയ്യോ, പൊക്കി കാണിക്കണം. അപ്പം കാല് കടയിൽ നിന്ന് മാറ്റി വേണ്ടിയില്ലേ? ചെരുപ്പ് മാത്രമല്ല, നിന്റെ കാല് മാറ്റേ. ഇവിടത്തിലെ പെയിൻ്റ് അടിക്കുള്ള പരിപാടിയൊക്കെ ഇപ്പം ഉത്സവം വരുമല്ലേ. അതിനകത്തുണ്ടോ? ഉണ്ടോ? കുറച്ച് വെച്ചാൽ ഇതാ ഒന്നുമില്ല. അല്ലല്ല, എടുത്തു, ഉണ്ട്. പാലും കാല പൊള്ളിട്ട് വയ്യ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കണം. അതാണ് എന്ത് രസമാണ്, സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ. വലിയ മരങ്ങളൊക്കെ അല്ലേ, നല്ല തണലുണ്ട്, അടിപൊളി. ഇപ്പോൾ ഉത്സവമൊക്കെ എടുക്കാറായി. അതിൻ്റെ പണികളൊക്കെ നോക്കും അമ്പലത്തിൽ, പെയിൻ്റ് അടിയും ഒക്കെ കിട്ടി. വോട്ട് ചെയ്യാൻ പോകണം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പം
വോട്ടിന് പോകണം. ഞാൻ അവിടെ പോയി ക്യൂ നിൽക്കുന്ന ആരും ഓർക്കുന്നു സത്യം പറഞ്ഞു ഇപ്പോഴേ തളരുന്നു. വോട്ട് ചെയ്തിട്ട് കയറി പോകണേ പിന്നെ അതിനായിട്ട് ഇനി ഇറങ്ങി വരേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടാനെ വിളിച്ചു നോക്കാം വരും. അമ്മ നല്ല ആളാണെന്ന് തോന്നുന്നു. ക്യാമറ എൻ്റെ പൊന്നെ എനിക്ക് വയ്യ. ഈ മറ്റേ പളനിയിലൊക്കെ ചെന്നിട്ട് ഈ ഭസ്മം മേടിക്കാൻ വേണ്ടി ആൾക്കാർ കുറേ നടക്കുന്ന പോലെയാണ്. ഞങ്ങൾക്ക് ചെയ്യണം, ഞങ്ങൾക്ക് ചെയ്യണം, ഞങ്ങൾക്ക് ചെയ്തേക്കണമെന്ന് പറയുന്നു. സംഭവം ഭയങ്കര സംഭവം. വോട്ടൊക്കെ ഞങ്ങൾ നേരത്തെ ചോദിച്ചല്ലേ? മൂന്നാമത്തെയാണ്. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ദൈവമേ, ഇനി അവിടെ ചെന്നിട്ടൊരു പരിപാടി ഉണ്ടല്ലോ. 5-ാം വാർഡിൻ്റെ എവിടെയാണ്? ഓ അതാന്ന് തോന്നുന്നു. നിനക്ക് ഇവിടെ ഓട്ടുണ്ടോ? അയ്യേ, നിന്റെ പല്ല് പിന്നെ കംപ്ലീറ്റ് ഇട്ടോ? എടുത്ത് ഊരില്ലായിരുന്നല്ലോ, സുന്ദരിയായിട്ടുണ്ടല്ലോ. ആണല്ലോ. ഒന്നിനൊന്നിങ്ങനെ ലുക്കായി പോയി. സാന്ദ്രൻ എന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ ഇതിന്റെ രഹസ്യം എന്നാന്ന് പറഞ്ഞു തരാം. ക്യാമറ ഓഫ് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ? ഞാൻ ചോദിച്ചോട്ടെ, നിൽക്കുന്നുണ്ടെന്ന് പോസ്റ്ററിൽ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ആ വഴി വയലോൽ ഇന്ന് കണ്ടുപോലും ഇല്ല. മോളെ എന്താണെന്നറിയാവോ? ഞാൻ പറയാഞ്ഞേ, സുരേന്ദ്ര സംഭവമൊക്കെ അറിഞ്ഞില്ലായിരുന്നു. സുരേന്ദ്രൻ പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. സുരേന്ദ്രൻ ബ്രെയിൻ ചുരുക്കൊണ്ടിരിക്കുക പുള്ളിക്കാരൻ. അതന്നെ 15 ദിവസം കാരിത്താസിൽ കിടക്കുമായിരുന്നു. അടുത്തോട്ടൊന്ന് ഇട്ടേച്ച് ഞാൻ അയൽവക്കംകാരെ ഏൽപ്പിച്ചേച്ച് ഞാൻ ഒരു വീട്ടിലും പോയി വോട്ട് ചോദിച്ചില്ല. രാവിലെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു വിട്ടേ, ജയ എനിക്കറിയാം നിങ്ങളൊക്കെ അതിനെ ചെയ്യത്തുള്ളെന്ന് എനിക്കറിയാം നല്ലവണ്ണം. എന്നാലും ഒന്നും ചേച്ചി നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഏകദേശം അറിയില്ല. എന്ന് വെച്ചാൽ പോസ്റ്റർ കണ്ടപ്പോൾ അരുണാനോട് പറഞ്ഞത് കുടുംബ ചേച്ചിയാണ് നിൽക്കുന്നത് പറഞ്ഞത്. താമര കണ്ടില്ലേ? 3 വട്ടം താമരയല്ലേ ചെയ്തേ? അല്ലേ ജയ? എന്നാന്ന് പറയാം, അതുകൊണ്ടാടാ വീട്ടിലൊന്ന് വന്ന് നോക്ക്. സുരേന്ദ്രനെ ഗ്യാസ് കത്തിച്ച് വെച്ചേച്ച് ഓർമ്മയില്ല. ഇപ്പോൾ എനിക്ക് വെപ്രോളം അതാണോ പപ്പാടെ ദിവസം? എന്നാന്നറിയാമോ, ഇതില്ല സോഡിയം പൊട്ടാസ്യം താന്നു പോയിട്ട് പിന്നെ ബ്രെയിൻ ചുരുങ്ങുമായി. അപ്പം ഞങ്ങൾ അമേരിക്ക കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് വീട് വിറ്റിട്ടായാലും പപ്പായെ അന്വേഷിക്കണം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. മോൻ ദുബൈയിലാണ് 10 വർഷം. ദുബൈ നല്ല ജോലിയാകും. സുഡാൻ പ്രൈം മിനിസ്റ്ററുടെ കമ്പനിയിലാണ് ജോലി. അപ്പം മോൻ അന്ന് ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും രക്ഷപ്പെടുത്തി. 4.5 ലക്ഷം രൂപ 15 ദിവസം കാരിത്താസിൽ കിടന്നു. ICUലായിരുന്നു. അതാ മോളെ ഞാൻ എങ്ങും ദൈവം ഞാൻ വിമലച്ചോടൊക്കെ ചോദിച്ചു. നമ്പർ മാറിയോ? നമ്പർ തന്നെ അതാ. ഇന്ത്യ അരുണെന്ത് വരുമായിരിക്കും. ഇപ്പോൾ വരാം, വൈകുന്നേരം ആവുമായിരിക്കും. വെയിലൊക്കെ തന്നിട്ട് വരുള്ളൂ. വോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? വരും
വരും. അമ്മ എവിടെയാ? അമ്മ വരും. അവർ ഇവിടെ അല്ല, മറ്റോ അങ്ങനെ. അമ്മയുടെ എൻ്റെ അമ്മയുടെ വേറെ ഒരാളുടെയും കൂടെ ലോണിൻ്റെ ദിവസം വന്നുകൊണ്ടിരുന്നു. കേട്ടോ, ഒരു ലോണിൻ്റെ ആശീർവാദം. ഞാൻ പറഞ്ഞു ശ്യാമള ചേച്ചിയുടെ, എൻ്റെ പേരിലാണ് അത്, ശ്യാമള ചേച്ചിയുടെ വന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾ എത്രയോ പലിശ തന്ന് ഞങ്ങൾ അടയ്ക്കത്തില്ല, നിങ്ങൾ കേസ് കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ 18% പലിശ എടുത്തിട്ട് അത് നിന്ന് നിർത്തി. അല്ലെ എൻ്റെ ഫോണിൽ നിന്ന് നിർത്തി, അത് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു കേട്ടോ. അമ്മയുടെ 2-3 വർഷം കൊണ്ട് ഇങ്ങനെ മെസ്സേജ് വരുക. മോൻ്റെ ഫോണിലും വരുന്നുണ്ട് മെസ്സേജ് വന്നിരുന്നപ്പോൾ മോൻ ചോദിച്ചാൽ എന്നെ അമ്മയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മോനെ അതൊക്കെ അടുത്ത പൈസയാന്ന്. അങ്ങനെ ഇപ്പം വിളിയില്ല. അതെല്ലാം പോവാണേ. എൻ്റെ അമ്മ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഒക്കെ കാണും. എൻ്റെ അമ്മേ, ഇനി മല കയറണം. ഈശ്വരാ, വിളിക്കണമെന്ന് ഓർത്തായിരുന്നു, പിന്നെ ഓർത്തോ നിങ്ങൾ ഇവിടുന്ന് പോയില്ലേ? നിങ്ങൾ ആരും പോകാൻ പറഞ്ഞായിരുന്നു അങ്ങോട്ടോ. ചെയ്യുമോ? പോകണോ? ചെല്ല് ചെല്ല്. ആണോ? ചെല്ല് ചെല്ലുന്ന. ആ പിടിച്ചു. നിങ്ങളെനിക്ക് വേണ്ട ഇപ്പോൾ, ഞാൻ ഉപേക്ഷിച്ച്. ഞാൻ ചത്ത് ചതഞ്ഞ് ഉള്ള വെയിലും കൊണ്ട് ഇവിടെ വന്നാലും ഇവിടെ ഒരു മനുഷ്യൻ ഇറക്കത്തില്ല. മടുത്തോ? കാരണം ഈ നമ്മൾ ഈ പളനിക്ക് പോകുമ്പോൾ ഭസ്മവും വേലും ഒക്കെ വിൽക്കാൻ വേണ്ടി കൂടെ നടക്കുന്നവരെയാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. എന്റെ കുറ്റമാണ് പുറകെ നടന്നിട്ട്. പക്ഷെ വേറെ സംഭവം തിരിച്ചു വന്ന ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്കതൊരു റീലായിട്ട് എടുക്കണം. റീലായിട്ട് എടുത്തിട്ട് അങ്ങോട്ട് വന്ന ഭയങ്കര അവിടെയാണ് ആൾക്കാരല്ല, ആ സൈഡിലല്ലേ? എടി ചെറിയ സ്കൂളെന്നാ ശാമ്പോ നാരായണന്റെ LP സ്കൂളില്ലേ മെണ്ടല്ലേ, അവിടെ കേട്ടോ. അവിടെ അങ്ങേ അറ്റത്ത് ചോറിന് ഉണ്ടെന്നപ്പോ അങ്ങനെ അറിയാം. ഒരു മനുഷ്യനില്ലായിരുന്നു. പിന്നെ എന്റെ പൊന്നെ ഇങ്ങോട്ട് വന്നപ്പം ആരും ജസ്റ്റ് ഒരു ചിരി മാത്രമേ ഉള്ളൂ. സുധർമ്മ ചേച്ചിയെ കണ്ടായിരുന്നു. സുധർമ്മ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പോസ്റ്ററിലാണല്ലോ നിങ്ങൾ നിൽക്കുന്ന ചേച്ചി നിൽക്കുന്ന അറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു പപ്പയുടെ സെയിം അസുഖം പുള്ളിക്ക്. ഈ സോഡിയം ഒക്കെ കുറഞ്ഞിട്ട് ബ്രെയിൻ ചുരുങ്ങുക. സെയിം പപ്പയുടെ അസുഖം. അത് കാരിത്താസിലായിരുന്നു. ഇപ്പോൾ വന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപ പുള്ളിക്ക് ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ട് പുള്ളി ഒരിടത്തും പോയില്ല, ഹോസ്പിറ്റലില്ല. പുള്ളിക്ക് ആരും ഏൽപ്പിച്ചു പോകാൻ പറ്റുമോ? പുള്ളിക്കാരൻ ഓർമ്മയൊന്നും ഇല്ല. അതുകൊണ്ട് അവരോട് പ്രത്യേകം പറയണേ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് വിളിച്ചെന്ന് പറഞ്ഞു. ആരും എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. മറിക്ക് ഇതുകൊണ്ട് അമ്മ വോട്ട് ചെയ്ത് കണ്ടോ? അതെ ഇത് ഞാൻ അവിടെ നിന്നിട്ട് കൺഫ്യൂഷൻ അടിക്കും. 3 നിൽക്കല്ലേ. അപ്പൊ ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നേ. അപ്പൊ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് എനിക്ക് എന്താണെന്നറിയോ, ഒരു പ്രശ്നം പറഞ്ഞേ അതും പറയത്തില്ല. ഒരു പ്രശ്നം ഒരു മനുഷ്യനോട് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോ എനിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എടി ഇവിടെ സ്കൂളില് അപ്പുറത്ത് നാരായണ പഴയ സ്കൂള്. അപ്പം അതിനപ്പുറത്തോട്ട് വന്നിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വന്ന് പറയുമ്പോൾ പറയുമ്പോൾ ആ ചെയ്യാമെന്ന് പറയാനായിട്ട് എൻ്റെ മനസ്സിൻ്റെ ഒരു ജാള്യത ഉണ്ട് എനിക്ക്. അതായത് ചുമ്മാ നോണ പറയാനായിട്ട് അപ്പുറം ചെന്നിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ അവരോട് ചെയ്യുമ്പോൾ ഈ നിലപോയ ആരും ഇല്ലല്ലോ. എവിടെ പോയാലും എവിടെയാ എതിലേ പോയാലും ചേട്ടൻ ഉണ്ടെന്ന് എത്ര പേരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈകിട്ടേ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വൈകിട്ടൊന്നും അല്ല, വൈകിട്ട് നല്ല ആളാ. ഇപ്പൊ പോക്കൂ കുറച്ചുകൂടെ പണി തീരാനുണ്ട്. ആ ട്രിപ്പും പിന്നെ ആ ടീച്ചറെക്കാളും അത്ര മതി. ബാഗൊക്കെ വിളിപ്പിക്കുവേ. ആരായുടെ കൂട്ടുകാരെ കണ്ടേക്കും. ആ വെച്ച പോലെ തന്നെ ഇരിക്കുന്നേ. അടച്ചിരിക്കണ്ടേ വെക്കണ്ടേ? അവളോട് ഞാനൊരു 4-5 പ്രാവശ്യം എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അവള് കഴിക്കണ്ടേ? അത് അടച്ച്
പിന്നെ അതിനകത്ത് വല്ലതും കിട്ടിയിട്ടുണ്ടോ നോക്കാം, അറിയത്തില്ല. നീ അല്ലേ എടുക്കുന്നത്? ചിരി വന്നിട്ട് വയ്യ പൊന്നേ. അങ്ങനെ അണ്ണൻ പറഞ്ഞു പോയിട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. എവിടുന്നോ വന്ന് കയറിയവൻ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ. ചിലപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങ് പോവും. കാലിനെന്തോ പ്രശ്നമുണ്ട്, ചെറിയ ചട്ടുണ്ട്. പരിപാടിയാണ്. അജയൻ്റെ ഭാര്യ കമ്പു. അതെയാ വെള്ളം മേടിക്കാൻ ചെറിയ കുപ്പി വെള്ളം ഇല്ലായിരുന്നു. ഒന്നുമില്ല. ഇല്ല, ചെയ്യാൻ പോവാ. ഇല്ല, ചെയ്യാൻ പോവാ. നിങ്ങളുടെ വാടൊന്നുമല്ല ഞങ്ങള്. ഞാൻ ഇപ്പഴാ കണ്ടോ കേട്ടോ, ഇപ്പൊ നിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. ഉണ്ടായിരുന്നല്ലേ? എടാ നീ ഇന്നെന്തോ വേറെ സെറ്റപ്പിലാണല്ലോ. കഴിഞ്ഞ ദിവസം യൂട്യൂബ് നാട്ടുന്നല്ലോ എന്നാ വീഡിയോ അവരുടെ മാത്രമല്ല എനിക്ക് ഫേമസ് ആണല്ലോ. നിന്റെ ഇപ്പൊ ഉണ്ടല്ലോ. ഇപ്പൊ ചെയ്തിട്ട് ഉടനെ മതി.
ഇല്ല പോവാ ചെയ്യാൻ പോവാ. ആ എങ്ങനെ പോലെ ഓട്ടേക്കണ പോലെ അവള് വന്നിട്ട് പോയി. ആ കണ്ടത് ചെയ്യാൻ പോവാ. ടേബിൾ ഫാൻ ഉണ്ട് മേളിൽ, രണ്ട് കൈപ്പത്തിലാണ്. ടേബിൾ ഫാൻ വാർഡിലോട്ടാണ്. മുസ്ലിം വന്നായിരുന്നല്ലോ, അപ്പം തന്ത്രാനൊക്കെ സഹായിക്കണം. അതാണ് ഈ വാർഡിൻ്റെ സിറ്റുവേഷൻ. അതാണ്. ആ ഞാൻ അറിയാമായിരുന്നു. ശരി ശരി. ഞാൻ വരാഞ്ഞതൊന്നുമല്ല. ആ പറഞ്ഞായിരുന്നു നമ്മളിപ്പോ. കാര്യം ആ പറഞ്ഞു ഞാൻ ഇരുന്നില്ലായിരുന്നു, ഇപ്പൊ പറഞ്ഞപ്പോഴായിരുന്നു. അതുകൊണ്ട് വല്ലാത്ത വിഷയമാണ്. അത് കാരണം കൊണ്ട് തന്നെ അതുകൊണ്ടോ ഈ ചേട്ടൻ പോലും പറയാം അതിനെ ഇട്ടേച്ചാണോ അന്ന് പഞ്ചായത്ത് കഷ്ടമുണ്ട് ഇതിട്ടേച്ച് ഇറങ്ങി പഞ്ചായത്തിൽ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതെന്റെ സ്വന്തമാണ്. അതുകൊണ്ടാ അല്ല എന്റെ ഭർത്താവിനെ ഇട്ടേച്ചല്ലേ ഞാൻ ഇല്ല. അതെ അതെ അരുണേ 3 എണ്ണത്തിനും ചെയ്യണം. നമ്മുടെ കേരളത്തിൽ താമര വിരിയാണ് എന്തായാലും. അരുണ് വലിയ ഭക്തനാണ്. ഇവിടെ അത് നമ്മുടെ ചെറിയ റിലേഷനുണ്ട്. ബ്ലോഗ് ഉണ്ടോ? ഞങ്ങൾ സംസാരിച്ചാൽ നേരത്തെ വൈഫ് നമ്മുടെ എടുത്തോണ്ട് വന്നത്. ഞങ്ങൾ നിർബന്ധിച്ച് എടുത്തു. സഹായിക്കണേ കേട്ടോ. നമ്പർ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് അല്ലാണ്ട് ഇവിടെ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? നീ പറഞ്ഞത് ഇങ്ങനെ നീ വോട്ട് ചെയ്തോ? ചെയ്യാൻ പോവാ. 5 എവിടെയാ? 5 മേളിൽ അതിലെ കൂടെ കയറണോ? അങ്ങോട്ട് പോയാൽ ആ ആ ചെയ്യാൻ പോവാ. നാരായണയുടെ പഴയ സ്കൂള്. വെള്ളം കൊണ്ട് കൊണ്ടുപോക്കോ ചരിഞ്ഞില്ലെങ്കിൽ ആരും ഇല്ലായിരുന്നു. ആ ആ പോണേ ചെയ്തോ. ആ ചെയ്തു. ആ ചെയ്തു. ആ എടാ ഇവിടെ
ചെയ്തോ? ചെയ്ത് ചെയ്യാൻ പോകുന്നുള്ളോ? ചെയ്തോ? എത്തിയവര് ഒരുമിച്ച് കൊണ്ടുവരുന്നല്ലേ എന്നാ പിന്നെ നിങ്ങളിപ്പോ എവിടെയാ അവിടെയോ? ഉച്ചയ്ക്ക് എന്നാക്കുന്നതിന് ഇപ്പുറത്തൂടെ അങ്ങോട്ടുള്ള വഴി, ആ വഴി കൂടെ ഈ കാണുന്ന ഈ പോസ്റ്ററിന്റെ ഒക്കെ ഒരു മൂപ്പേ ഉള്ളു, ആൾക്കാരങ്ങനെ വലിയ ഇല്ല, അനക്കമില്ല അല്ലേ? ഇതിപ്പോ ഉച്ചയായോണ്ട് നമ്മുടെ അവിടെ ആരുമില്ലായിരുന്നു. അല്ല നമ്മുടെ ഇവിടെ ഇപ്പൊ ചെയ്യാനേ ഒരു മനുഷ്യനില്ല, ഓരോരുത്തരൊക്കെ വരുന്നേ ഉള്ളൂ. വൈകിട്ടാകുമ്പോൾ ചിലപ്പോൾ തിരക്കാവുമായിരിക്കും, ആൾക്കാർ വെയിലെ കാരണമായിരിക്കും, വെയിലത്തൊന്നും ഇറങ്ങത്തില്ല. ഇതൊക്കെ അതെ സത്യ, ഒരു പ്രയോജനവും ഇല്ല. അവരുടെ അവിടെ ഒരു വയ്യാത്ത കൊച്ചുള്ള, എന്നിട്ട് പുള്ളിക്ക് ഇന്നേ വരെ ഒരു വീടും സ്ഥലവും കിട്ടിയിട്ടില്ലെന്ന്. നല്ല ആൾക്കാരാണെങ്കിൽ എപ്പോഴേ കിട്ടേണ്ടതാണ്, നമുക്കൊന്നും ഒരു പ്രയോജനമില്ല. വെള്ളമൊക്കെ വറ്റി വരണ്ട് വരുവാണല്ലോ. ചെയ്തു എല്ലാം നമുക്കറിയാവുന്നവരാ. യാസ് ബാബേ, എന്നാടാ മേടിക്കാൻ പോയതല്ല ഞാൻ. പൂച്ച ഇവിടെ നിന്ന് ഇറങ്ങിയില്ലല്ലേ? വായനത്തൊന്നുമില്ല. ഇല്ല. ഇതാരാടി ഇത്? പേര് കിട്ടോ നീ? പിന്നെ നിന്നെ പോലെ ഞാൻ അവിടെ പോയി ഇങ്ങനെ വായും പൊളിച്ച് വായും നോക്കിയൊക്കെ നടന്നിട്ട് വേണോ വരാൻ? ഞാൻ കണ്ടില്ല. ഇല്ല. പിന്നെ താമസം എന്നാന്ന് പറയാനാ? ഞാൻ പെട്ടെന്ന് നീ അല്ലല്ലേ?
എവിടെ ആ ഓക്കെ 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 സ്റ്റാൻഡിലുണ്ടേ ഇത് സ്റ്റാൻഡാണോ അപ്പോൾ? സ്റ്റാൻഡിലുണ്ടോ? ക്യാമറ അവിടെ കൊടുത്തോട്ടേക്കേ ക്യാമറ അവിടെ കൊടുത്തേക്ക്. നിന്റെ ചാർജർ ഉണ്ടോ? അതെന്റെ ഉണ്ട്. നീ അത് കുത്തിയിട്ടുണ്ടോ ഇനി? വേണ്ട. ഓ ചെയ്തിട്ടുണ്ട്. അവിടെ കൊടുത്തേക്ക്. അവൾക്ക് പാല് ഇഷ്ടം പോലെ പോക്കറ്റുണ്ട്. കൈയും പീസ് ചുമ്മാ വരുവാ. ആ എന്നാ പിന്നെ എടുക്കത്തൊന്നുമില്ല, ചുമ്മാ പോക്കറ്റിൽ കിടക്കും, അത്രേ ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ പോയതല്ലേ, നിന്നെ ഞാൻ പിടിക്കാൻ വന്നു. കൊള്ളാമല്ലോ. വെറുതെ ആണോ ഫോട്ടോയൊക്കെ നശിക്കുന്നത്? ഇല്ലില്ല, എനിക്ക് നേരമില്ല. നിന്റെ ഫോട്ടോ എങ്ങനെ നല്ല എടുക്കാം? നിന്റെ ഫോട്ടോ എടുത്ത് തരാം. എൻ്റെ ഫോട്ടോ എടുത്താൽ മതി. ഞാനുള്ള എൻ്റെ ഫോട്ടോ. ഓക്കെ, ഇത് ഇവളോട് പറഞ്ഞാൽ പോരെ? ടൈമറൊക്കെ ഇട്ടേക്കണം. എത്ര നേരം കഴിയണം ഒരു ഫോട്ടോ എടുക്കണം? ഇതന്നെ സേവ് ചെയ്യുന്നത് എങ്ങനെ? നീ ഇവിടെ വന്നോ? ഇവിടെ ബെൽറ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ അത് പാൻറ് ഊരി പോകുമല്ലോ. അത് ഒന്ന് ഓക്കെ എടുത്തോ. ഓക്കെ എടുക്കാം. നീ എടുക്ക്. മറ്റേ കിലുക്കത്തിലത് രേവതിയുടെ ഷേപ്പ് ഉണ്ടോ? ഷേപ്പല്ല, സ്വഭാവമുണ്ട്. ഷേപ്പില്ല താനും, സ്വഭാവം ഉണ്ട് താനും. ഇപ്പൊ ഒന്നുമില്ല. എത്ര നാളായി അങ്ങനെ എടുത്തിട്ട്? അവള് ചോറുണ്ടായിരുന്നോ? എനിക്ക് വരുന്നു ഇവിടെ അങ്ങോട്ട് എൻ്റെ റോട്ട്. എൻ്റെ പുറകെ നിൽക്കുക. മാറിയില്ലേ? ഹായ്, ഇവര് അമ്മച്ചീനോട് എടുക്കട്ടെ. മദർജി ഇതിനാദ്യ ഒന്നുമില്ലേ? കൊണ്ടുവന്ന കാണികൾക്ക് കയറി കയറി. ചോദിച്ചിട്ട് വാ. എവിടെയെങ്കിലും തണലുണ്ടെങ്കിൽ. ഓപ്പൺ ആയിട്ടില്ല. അത് നോക്കിട്ട് അങ്ങോട്ട് പോകാം. പിന്നെ സ്റ്റുഡിയോ വന്നാ, പക്ഷെ നാളെയാണ് ഓപ്പൺ ആവുന്നത്. വെറുതെ വെറുതെ ഇന്ന് വരെ വന്നു. ശോ, എന്നാലും ഈ പിന്നെന്തിനാ ഇവർ ഇതിങ്ങനെ ഇട്ടേക്കുന്നല്ലേ? ക്ലോസ് ചെയ്യാൻ പോരായിരുന്നു ഒന്ന്. ഷട്ടർ ഇടാൻ. ഇവിടെ ഷട്ടർ ഇടുന്നത്
മന്തിപ്പോലെ ബാ. അയ്യോ എടുക്കാനോ? ചോദിക്കാം, വണ്ടി വല്ലതും ഉണ്ടോ നോക്കാം. ആണോ ഇതോ? അതാരാ ബൈക്കിൽ നിന്ന് വീണോ? മണ്ടന്മാർ ലണ്ടനിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അതാണിത്. ഇത് 2 കറുപ്പ് ഇട്ടുണ്ട്. ഈ ചൂടത്ത് 2 കറുപ്പിട്ട 2 എണ്ണം. ഈ ചൂടത്ത് നിങ്ങളല്ലേ ഈ കറുപ്പിട്ട് നടക്കുള്ളൂ. ആ കാലിപ്പള്ളിയാണോ ചോദിച്ചടി? ഇത്ര ആളുണ്ടായിരുന്നു അല്ലേടി? നമ്മളൊന്നും ഇത്ര ഇല്ല. സ്ഥാനാർത്ഥിയോ? ജയിക്കുമെന്ന് ഓർത്തിട്ടായിരിക്കും. അങ്ങനെ ഈരാറ്റുപേട്ടയിലെത്തി. സ്റ്റുഡിയോയിൽ വന്ന് ഈരാറ്റുപേട്ട വന്നു. കാഞ്ഞിരപ്പള്ളി സ്റ്റുഡിയോ തുടങ്ങിയിട്ടില്ല. ഈരാറ്റുപേട്ട സ്റ്റുഡിയോ കാണത്തില്ലേ? ഈരാറ്റുപേട്ട. അയ്യോ അതോ ഇതാണ് ഈരാറ്റുപേട്ടയിലെ പുളിഞ്ഞ സ്റ്റാൻഡ്. അതാ പണിതുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ്. എനിക്കറിയാം. അറിയാം. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട. ഇത് പാല അല്ല, നമ്മളിപ്പോൾ അപ്പുറത്ത് സ്റ്റോപ്പിൽ. പിടിക്കാം. അവിടെ ചെന്നിട്ട് നിൽക്കുക വണ്ടി അല്ല. കേട്ടോ നേരെ നോക്കി വണ്ടി പിടിക്കുന്നേ. കയറിയിട്ട് നാരായണിയെ കൊണ്ട് അവിടെ കൊണ്ടുവന്ന് ആ ബൊമ്മ വലുത് പ്രതിഷ്ഠിച്ചാലോ എന്ന് ആലോചിക്കുക ഞാൻ. 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കാലോ. ചേട്ടാ പറഞ്ഞേക്കുന്നത് കാഞ്ഞിരപ്പള്ളി സ്റ്റുഡിയോ ഇനി നാരായണി കാണില്ല. ഇന്ന് തന്നെ അവൾക്ക് ഇവിടെ വരണം. കൂട്ടിയേക്കുവാ 5 അരമണിക്കൂറുണ്ട് ഇനി. ഞാൻ ഒന്നും ചെയ്തില്ല. ഓട്ടോ ആയതുകൊണ്ട് ഓരോ വോട്ട് ഇവിടെ ഇല്ലായിരുന്നു. നാരായണി കോൾ അത് 5 മണിക്ക് ഇനി തുറക്കുള്ളൂ. എനിക്ക് 5 മണിക്ക്. എന്നെ അടിക്കുന്നത് 5 മണിയാവും ഇത് തുറക്കുമെന്ന്. അപ്പോൾ അവള് പറഞ്ഞു. അപ്പോഴോട് പറഞ്ഞത് ഞാൻ അപ്പോഴോട് പറയത്തില്ല. അപ്പോഴും പറയല്ലേ? ഇവിടെ കുത്തിയിരിക്കാം. അത് തന്നെ 5 മണിയാകുമ്പോ തുറക്കുമോ? അയ്യോ നിങ്ങളുടെ പറ. അവളാ ബ്ലാക്ക് കളറിന്റെ ഡ്രസ്സ്, വള്ളി ഡ്രസ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു വള്ളി വീട്ടിരിപ്പണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു വൈറ്റ് വീട്ടിരിപ്പണെന്ന് ഉദ്ദേശിച്ചു. അപ്പൊ അവള് വെച്ച് അപ്പയാണോ? ഇന്നില്ല, വള്ളി വീട്ടിരിപ്പുണ്ട്. ആരായിട്ട് ഞാൻ കണി കണ്ടത്? അമ്മേനെ തന്നെ. അതെ ശരിയാ. കണ്ണാടി മൊത്തം ക്ലാസ് ആണല്ലോ ഇവിടെ. കണ്ണാടി പോയി കാണിക്കാം. ഇതോടെ പോകും. എല്ലാരും വരുന്നുണ്ടേ. നീ എവിടെ കുത്തിയിരിക്കാം? അയ്യോ ഇവരെ കൊണ്ടൊക്കെ 100 ഉണ്ടായിരുന്നു. താഴത്തെ ചാർത്തായിരിക്കും. മേളത്തെ ആണോ താഴത്തെ?
സാധനമാണ്, പക്ഷെ തുറന്നിട്ടില്ല. 5 മണിയാകുമ്പോൾ വേറെ ഇവിടെ നിന്ന് പോസ്റ്റ് അടിച്ചു. ഓക്കെ, പയ്യെ അമ്മേനെക്കാട്ടിലും പയ്യെ പോയിക്കൊണ്ടിരുന്ന ബസ് തന്നെ. ഫോണും കുത്തിയിട്ട് എല്ലാം ആ സത്യവാ. എത്ര നേരം ഇരുന്നത്? ഇത് യാത്രയിലാണ് നമുക്ക് ഇത്രയും ഇത് പോയത്. അവിടെ നോക്കി ഇരിക്കുക. അപ്പം വീണ്ടും വിജയകരമായിട്ട് നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുന്നു. 6 മണിക്ക് നമ്മൾ ആളെ കേട്ടുകൊള്ളെന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ചു പോന്നു. നാരായണിയെ പിടിച്ച് മറ്റേ ആറുണ്ടല്ലോ, മറ്റേ ആ അരുത്രപ്പള്ളിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ആറ്, ആ സൈഡിലുള്ള അങ്ങോട്ട് കൊണ്ടങ്ങ് ഇട്ട് കിടക്കണം. ഞാൻ മല ഇപ്പൊ എങ്ങനെയുണ്ട് നാരായണി? ഞാൻ പറഞ്ഞാണോ പോകണ്ടെന്ന്. പൊക്ക ചേട്ടാ മര്യാദക്ക് പറഞ്ഞതാണ്. ചോദിച്ചു നോക്കൂ കൊച്ചിനോട്. ചേമ്മ പറഞ്ഞ് ഓടിയെത്ര ഇവിടെ ഒരു അലമ്പായിരുന്നു നടക്കണത്. ഇറങ്ങിയപ്പോ ഞാൻ വണ്ടി വന്നു ആമീസ് പോ. ഹലോ കേട്ടാവോ? വീണ്ടും കാഞ്ഞിരപ്പള്ളി. എന്തായാലും കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ടയൊക്കെ കറങ്ങി വീണ്ടും കാഞ്ഞിരപ്പള്ളി തെറ്റിന് മുണ്ടക്കയം കൂടെ പോകണം. അങ്ങനെ മുണ്ടക്കയം വീണ്ടും എത്തി. ഓ ഇത്ര സമയം അപ്പോൾ കയറിയെങ്കിലൊന്ന് ആലോചിച്ച് വയ്ക്കേ. ഹലോ, മണ്ടന്മാർ ലണ്ടനിൽ നിന്നാണോ അതോ ഈ ഫോൺ ഈ ക്യാമ ഒന്ന് പിടിക്കാവോ? എല്ലാം കൂടെ എൻ്റെ ഭയനകത്ത് പെട്ടുന്നില്ല. അതെ ഇങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ പറയാം മാറ്റിയിടണം. എങ്ങനെ അല്ലല്ല ഇത് മതിയോ? കളും സൈസ് മതിയല്ലേ? കളിച്ച് ചൗണ്ട് എടുക്കുന്നുണ്ട്. ഇട്ട് നോക്കുന്നോ? മതിയോ? ലേസ് മേടിച്ചു തന്നാൽ പോരെ? അല്ല, ഒന്നുമില്ല, ലേസ് മേടിച്ചു കൊടുത്താൽ മതി. വേണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഞാനോ? ഞാനില്ല. പൊക്കോട്ടെ. വരണം, വേണ്ട. ലേസ് മേടിച്ചിട്ട് ബസ് അടുത്ത ബസ്സേ കയറാം. അല്ലെ അച്ഛൻ പിന്നെയും പോകും. ടാറ്റാ പോവാ. നമുക്ക് നേരത്തെ മുടക്കത്തെ വീട് വിളിച്ചു കയറുന്നതാണ്. കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോയതാ. ഈരാറ്റുപേട്ട വരെ ഒന്ന് പോയി. കാഞ്ഞിരപ്പള്ളി സ്റ്റുഡിയോ ഇന്ന് ഓപ്പണിംഗ് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും നാളെയായിരുന്നു. ഇന്ന് ആൾക്കാരൊക്കെ വന്ന് പോയി. എല്ലാവരും ഇന്നാണ്, കാരണം ഇങ്ങനെ എല്ലാവരും ഒരു തുറന്നാണ്. പക്ഷെ അത് നാളെയാണോ അതിൻ്റെ ഇനാഗുറേഷൻ. അത് അപ്പം ഇവക്ക് ഇല്ല, ഇവക്ക് ഡ്രസ് എടുക്കുന്നത് അറിയോ? അറിയാത്ത കുഞ്ഞ് ചൊറിയും പറയുന്ന ഒരു കേട്ടിട്ടുണ്ടോ? അപ്പൊ വേണ്ട ചൊറിഞ്ഞിട്ടിരിക്കുക. ഇത് അവളെ ഓമ്പതിക്ക് കണ്ടപ്പോഴേ എനിക്കറിയാം സാധനം ഇവിടുന്ന് പോകത്തില്ലെന്ന്. അതുകൊണ്ടൊന്നും അല്ല, അതങ്ങ് വന്നു കയറിയതല്ലേ. ചുമ്മാ പറഞ്ഞാടി. സ്റ്റുഡിയോ നാളെ ഓപ്പണിംഗ് ആവുന്നത്. എന്നിട്ടോ ഒന്നും എടുത്തില്ലേ? എവിടുന്ന്?
പേട്ട പോകുന്നു പറഞ്ഞിട്ട് പേട്ടയിലൊക്കെ പോയി. എന്നിട്ട് പേട്ടയിലുണ്ട് 5 മണി തൊട്ടുള്ളത് പറഞ്ഞു. അതിന് 4:45 പോയി തന്നു. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് 5 മണി ഉണ്ട്. സെക്യൂരിറ്റി അത് പൂട്ടിട്ടേക്കാം. അപ്പം ഞങ്ങൾ ഒരു ഒത്തിരി പേര് ആൾക്കാരൊക്കെ വന്നിരിക്കുക. മിണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോ മിണ്ടായിരിക്കാൻ പറ. അത് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോ അതിന്റെ മാനേജർ ഓപ്പോസിറ്റ് ഒരു കാറ് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു 6 മണിക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമില്ല, അവരുടെ ബാംഗ്ലൂരിലെ അവിടുന്ന് വിളിച്ച് പറഞ്ഞു 6 മണിക്ക്. കാരണം ക്യാമറ കാണും എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത്. ഇവർക്ക് പ്രശ്നമാണ്. ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. കട ഓപ്പൺ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ ഇലക്ഷനുമായിട്ട്? ഇല്ല, അതെന്നാ നിൽക്കത്തില്ല. 6 മണിക്ക് ഓപ്പൺ ചെയ്യാവുള്ള നമുക്ക് നിർദ്ദേശം കിട്ടിയതുകൊണ്ട് അത്ര ആൾക്കാർ നിൽക്കുന്നില്ല. അപ്പം വേറെ പുള്ളി കാറെ കൊച്ചൊക്കെ വന്നാ അവരിവിടെ കാരിപ്പള്ളി ഇന്ന് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞ് വന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പേട്ടയ്ക്ക് വന്നു. ഞങ്ങളെ പോലെ തന്നെ അവർക്ക് കാറുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോയി. അവർ പറഞ്ഞു ഞാൻ എരുമേലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ മുണ്ടക്കത്തെന്ന് വരുന്നതെന്ന് പറഞ്ഞു. അവരുടെ പുള്ളി ചിരിച്ചോണ്ട് പോയി. എന്നിട്ട് അവസാനം പുള്ളിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ് അതെന്നാ പരിപാടി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പർച്ചേസ് ചെയ്യട്ടെ, ബില്ലടയ്ക്കുന്ന അന്നേരം പോരെ. അത് പറ്റില്ല, ഈ സാധനം ഓപ്പൺ ചെയ്യണമെങ്കിൽ അവരവിടുന്ന് കണ്ടോണ്ടിരിക്കുക, ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. ആ പുള്ളി മുണ്ടക്കത്തുള്ള പുള്ളിയാ. എവിടെ ഞാൻ പറഞ്ഞു ഇവിടെ താമസിക്കാം, പുള്ളിക്ക് സ്ഥലം പറയാം, ഇവിടെ വരെ അറിയാം. ഞങ്ങൾ പോകാന്ന് പറഞ്ഞു അവസാനം. എന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ സ്റ്റുഡിയോയുടെ പുതിയ ഇവിടുത്തെ കാരപ്പള്ളി സ്റ്റുഡിയോ ഫ്രണ്ടിൽ ആൾക്കാർ വന്ന് നിൽക്കുക. ഒരു വണ്ടിക്ക് വരും ഇത് ഓപ്പൺ ആകുമ്പോൾ. അപ്പം നാളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോവാം. ചിലർ വേട്ടയ്ക്ക് പോയി. കാരണം സ്റ്റുഡിയോ തന്നെ സ്ഥിരം എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർ അങ്ങനെ എടുക്കുള്ളൂ.